नमस्ते बच्चों, आप सभी को एग्जाम पॉइंट में स्वागत है. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കാണ്. അതിൻ്റെ ഒരു പേടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആർക്കും ഒരു പേടിയും വേണ്ട. നമുക്ക് സുഖമായിട്ട് തന്നെ എളുപ്പമായിട്ട് തന്നെ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. അതിന് നമ്മുടെ കൂടെ എക്സാം പോയിൻ്റ് റിവിഷൻ ക്ലാസ്സസും കൂടെ ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത് നിങ്ങൾക്ക്? ഇക്കായി തീനില് മൂന്നാമത്തെ യൂണിറ്റിലെ ഏതാണ് ഇൻസാനിയത്ത് കാ മിസാൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അതൊരു സമാചാറാണ് അല്ലേ? സമാചാർ എന്ന് വെച്ചാൽ എന്താ? വാർത്ത. പിന്നെ മൂർജായ ഫൂൽ എന്ന് പറയുന്ന ഒരു കവിത, അതേപോലെ ദോബായി എന്ന് പറയുന്നൊരു കഹാനി. അതാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഈ പരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സ്. അതേപോലെ നാലാമത്തെ യൂണിറ്റിൽ നന്ന ഉല്ലു, ബബു ആർ ബൂട്ട, അങ്ങനെ 2 ചാപ്റ്റർ. ഇത്രയും ചാപ്റ്റേഴ്സേ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ ഓണപരീക്ഷയുടെ പോർഷനിൽ ചെറിയൊരു ഭാഗം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്നാലും ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ ഇൻസാനിയത്ത് കാ മിസാൽ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? ഇൻസാനിയത്ത് മിസാൽ. മിസാൽ എന്ന് വെച്ചാൽ എന്താ? മനുഷ്യത്വം അല്ലേ? മനുഷ്യൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെന്താ മനുഷ്യത്വം എന്നുള്ളത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആർക്കും ആരെക്കുറിച്ചും ചിന്തിക്കാനോ അവരെ ഒന്ന് നോക്കാനോ ഒന്നിനും നേരമില്ലാത്ത ഭയങ്കര സ്പീഡായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രളയമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്കുണ്ടായി 2019 പ്രളയം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്താണ് ഒരു കൊറോണ വന്നു അല്ലേ? അപ്പോൾ അതേപോലെ ആ സമയത്തൊക്കെ ധാരാളം ആളുകൾ നമ്മൾക്ക് സഹായമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഉത്തരാഖണ്ഡിലെ ഒരു പ്രളയത്തിൽ അകപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി 2 വ്യക്തികൾ മുന്നോട്ട് വരികയാണ്. ആരാണ്? പരീഖും രാജീവ് ശർമ്മയും. അങ്ങനെ അവരുടെ ആ മനുഷ്യത്വത്തെക്കുറിച്ചാണ് ഇൻസാനിയത്ത് കാ മിസാൽ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പറയുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള, അതായത് അവർക്ക് വീട്ടിൽ പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടും ഇവിടെയുള്ള ആളുകൾ 10-18 ദിവസമായിട്ട് അവരവിടെ ആ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നു. അപ്പോൾ അവരുടെ ആ മനുഷ്യത്വത്തെക്കുറിച്ചാണ് അവിടെ ലേഖ അവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? ആ രാജീവ് ശർമ്മ അല്ലെങ്കിൽ പരീഖിൻ്റെ ഒരു ഡയറി ചോദിക്കാം. അതേപോലെ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അതേപോലെ എന്താണ് ബ്രാക്കറ്റിൽ നിന്ന് ഓപ്ഷൻസ് തന്നിട്ട് അത് എടുത്തെഴുതാൻ ചോദിക്കാം. അപ്പോൾ അതിൽ വരുന്ന നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇവിടുത്തെ ആക്ടിവിറ്റി ഗതിവിധി അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വേർഡ് ആക്ടിവിറ്റി എന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ക്വസ്റ്റ്യൻ, ബിന്ദുവോं की सहायता से പാരിഖ് ഡയറി ലിഖി. ആരുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? പാരിഖിൻ്റെ ഡയറി അല്ലേ? ആളുകളെ രക്ഷിച്ചിട്ടുള്ള 2 വ്യക്തികളിൽ ഒരാളാണ് ആര്? പാരിഖ്. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ നമുക്ക് ഹിൻസ് തരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഹിൻസ് ഏതൊക്കെയാണ്? ബദ്രീനാഥ് മേ പ്രളയ് ലോഗോं की പ്രശംസാ കാ പാത്ര. പരീഖിനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ്. ഗർ ജാനെ കാ അവസർ മിൽനെ പർ ഭി നഹി ജാന. വീട്ടിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടും അവർ പോകാതെ ഈ ആളുകളെ രക്ഷിക്കാനായിട്ട് അവിടെ നിന്നു. അനേക് ലോഗോं की സഹായത കർണ. അങ്ങനെ ആ പ്രളയത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഇവർക്ക് സാധിച്ചു. ആ പോയിന്റ്സ് ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ പോയിന്റ്സ് തരും. ആ പോയിന്റ്സിനെ നിങ്ങൾ വികസിപ്പിച്ച് എഴുതുക. അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ഡയറി എഴുതുമ്പോൾ? ഫസ്റ്റ് തന്നെ നമ്മളൊരു ബോക്സ് വരച്ചിട്ട് നല്ല നീറ്റായി ഒരു ബോക്സ് വരയ്ക്കുക ഡയറി എഴുതുമ്പോൾ. എന്നിട്ട് ഡയറി എന്നുള്ള ഹെഡിങ് നമുക്ക് കൊടുക്കാം. കണ്ടോ? ഡയറി എന്നുള്ള ഹെഡിങ് കൊടുക്കുക മുകളിൽ. ഓക്കെ, എന്നിട്ടോ ഇവിടെ ഒരു ഡേറ്റ്, അതിന് ഹിന്ദിയിൽ എന്താ പറയുക? താരീഖ്. ഡേറ്റിന് എന്താ പറയുക? താരീഖ്. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതണമല്ലോ, ഏത് ദിവസമാണ് ഈ സംഭവം നടന്നത് എന്നുള്ള ഡയറി എഴുതുമ്പോൾ എഴുതും. അതേപോലെ പിന്നെ എന്ത് വേണം? ദിവസം.
അപ്പോൾ ദിവസത്തിന് നമുക്ക് ഏതെങ്കിലും ദിവസത്തെ എഴുതാം. ഇപ്പോൾ രവിവാർന്നോ സോമവാർന്നോ ബുധവാർന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ദിവസം എന്നുള്ളതിന് നമുക്ക് ഹിന്ദിയിൽ എന്ത് കൊടുക്കാം? ദിൻ. കണ്ടോ? അപ്പോൾ ഈ രണ്ടെണ്ണം താരീഖും ദിന്നുമാണ് ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ദിൻ ഏതാ കൊടുത്തിരിക്കുന്നത്? ബുധവാർ അല്ലേ? ബുധവാർ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഡയറി എന്നുള്ള ഹെഡിങ് കൊടുത്തു, കോളം വരച്ചു, എന്നിട്ട് താരീഖും ദിന്നും എഴുതി. എന്നിട്ട് നമ്മൾ എന്തെഴുതണം? ഫസ്റ്റ് ആജ് മേ ബഹുത്ത് ഖുഷ് ഹൂം. എല്ലാ ഡയറിയിലും ഡയറി എഴുതുമ്പോൾ ആ പോയിന്റ് നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് അത് എഴുതാം. മനസ്സിലായോ? അപ്പോൾ ആ ഡയറിയിൽ ആ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക, മറക്കണ്ട ആരും. എന്താണ്? ആജ് മേ ബഹുത്ത് ഖുഷ് ഹൂം, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമുക്ക് പാരിക്കിൻ്റെ ഡയറിയാണ്, അവരാളുകളെ രക്ഷിച്ചു, അപ്പോൾ അവർ അതിൻ്റെ സന്തോഷം അല്ലേ, കുറേ ആളുകളുടെ ജീവൻ രക്ഷിക്കാനായി അവരവിടെ ആ മനുഷ്യത്വം കാണിച്ചു. അപ്പോൾ അതല്ല വേറെ ഏതെങ്കിലും സങ്കടമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് മേ ബഹുത്ത് ഖുഷും എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്തെഴുതണം? ആജ് ദുഃഖീ ദിന്ദ, ആജ് കാ ദിൻ ദുഃഖീ ദിന്ദ. കണ്ടോ? അപ്പോൾ അതിന് രണ്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ആജ് മേ ബഹുത്ത് ഖുഷ് ഹൂം ക്യോംകി ഉസ് ഘോർ പ്രളയ മേ ബച്ച് ഗയേ തേ. അല്ലേ? ഇന്ന് ഈ ഘോരമായ പ്രളയത്തിൽ എന്താണ്, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കണ്ടോ? ക്യോംകി ഉസ് ഘോർ പ്രളയ സേ ബച്ച് ഗയേ തേ. ഈ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ബദ്രീനാഥ് മേ ഘോർ പ്രളയ ദേ. ബദ്രീനാഥിൽ എന്താണ്, ശക്തമായ പ്രളയം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഹസാരോം തീർത്ഥയാത്രി ബുരി തരഹ്സെ ഫസ് ഗയേ തേ. ബദ്രീനാഥ് തീർത്ഥാടക കേന്ദ്രമാണ് അല്ലേ? അവിടെ ധാരാളം തീർത്ഥാടകര് എന്താണ്, അവിടെ കുടുങ്ങിക്കിടക്കുന്നു. മേ ബി ഉൻഹി മേ ഏകദ, ഞാനും അതിൽപ്പെട്ട ഒരാളായിരുന്നു. ആര്? പാരിഖ്. ഹെലികോപ്റ്റർ കെ സരിയെ ലോഗോं को बाहर निकाल गया. ഹെലികോപ്റ്ററിലാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ നമുക്കിവിടെ 2019 പ്രളയം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടു അല്ലേ, ന്യൂസിലും പേപ്പറിലൊക്കെ നമുക്ക് കാണായിരുന്നു എന്താണ്, ഹെലികോപ്റ്ററിലൊക്കെ ആളുകളെ വന്ന് രക്ഷപ്പെടുത്തുന്നത്. മുझे भी घर जाने का अवसर मिला. എനിക്ക് വീട്ടിൽ പോകാനുള്ള അവസരം കിട്ടിയിരുന്നു. ലേക്കിൻ ഇൻസാനിയത്ത് की वजह से, എന്നാൽ എന്നിലുള്ള മനുഷ്യത്വം കാരണം അപ്ന മൗക്ക മേ ദൂസരെ ജരൂർ മന്ദോं को दे दिया. അപ്പോൾ എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു. വേറെ ആളുകൾക്ക് എന്താണ്, വീട്ടിൽ പോകാനുള്ള ചാൻസ് ഇവർ പോകാതെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, ഹിൻസൊക്കെ. അപ്പോൾ ആരും പേടിക്കേണ്ട, അയ്യോ ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഡയറി എഴുതുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2 or 3 വട്ടം, നമുക്ക് കോൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. മേം ഘർ നഹി ഗയ, ഞാൻ വീട്ടിലേക്ക് പോയില്ല. ക്യോംകി മുझे अनेक लोगों की सहायता करना है. എന്തുകൊണ്ടാണ് പാരിക് വീട്ടിലേക്ക് പോകാതിരുന്നത്? എനിക്ക് അവിടെ ധാരാളം ആളുകളുടെ ജീവൻ രക്ഷിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് പാരിക് പോയില്ല. പാരിക്കിന് പോകായിരുന്നു അവിടെ അല്ലേ, പക്ഷേ പാരിക് നല്ലൊരു വ്യക്തി ആയതുകൊണ്ട്, അവൻ്റെ ഉള്ളിൽ മനുഷ്യത്വം എന്നത് ഉള്ളത് കൊണ്ട് ആള് പോയില്ല. അപ്പം നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ബൈ ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അവിടെ അത് കാണിക്കില്ലേ, മനുഷ്യത്വം കാണിക്കില്ലേ? തീർച്ചയായിട്ടും നിങ്ങളത് കാണിക്കണം. മേരെ സാത്ത് ലക്നൗ കെ രാജീവ് ശർമ്മ ബീദി. പിന്നെ പാരിക്കിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നു? ലക്നൗവിലെ രാജീവ് ശർമ്മ എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു. ഇവർ 2 പേരുമാണ് അതിന് കൂടുതൽ നേതൃത്വം കൊടുത്ത ആളുകളെ. ഇസി കാരൻ മേം ഓർ രാജീവ് ശർമ്മ ലോഗോं की പ്രശംസ കാ പാത്ര ബൻ ഗയേ. ഇത് കാരണം രാജീവ് ശർമ്മയും ആളുകളുടെ എന്താണ്, അഭിനന്ദനത്തിന് അർഹരായി. ഈസ് ഘോർ പ്രളയ മേം സബ് കുച്ച് ബച്ച് ഗയ. അപ്പോൾ ഈ ഘോരമായ പ്രളയത്തിൽ ഇവരുടെ ധാരാളം വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ലേക്കിൻ ഇൻസാനിയത്ത് രഹ് ഗയി, അവിടെ എന്തുമാത്രമാണ് അവശേഷിച്ചത്? ഇവരുടെ മനുഷ്യത്വം മാത്രമാണ് അവിടെ അവശേഷിച്ചത്. ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എങ്കിലും ഇവരുടെ മനുഷ്യത്വം എന്നുള്ളത് എവിടേക്കും എന്താണ്, നഷ്ടപ്പെട്ട് പോയില്ല എന്നാണ് ആര് പറയുന്നത്? പാരിക് പറയുന്നത്. അപ്പോൾ ഡയറി എഴുതാൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഡയറി എഴുതേണ്ട ഫോർമാറ്റ് ഒന്നും കൂടി പറയുന്നു. ആദ്യം ഡയറി എന്നുള്ള ഹെഡിങ് കൊടുക്കുക, അതിനുശേഷം നമ്മളൊരു കോളം വരയ്ക്കുന്നു. അതിന് വലത്തേ സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതണം?
നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ താരിഖ്, ദിൻ, ഡേറ്റും ദിവസവും എഴുതാം. അതിനുശേഷം ഫസ്റ്റ് നമ്മൾക്ക് എന്തെഴുതാം? ഫസ്റ്റ് എഴുതുന്ന വേർഡ് ആജുമേ ബഹുത്ത് ഗുഷ്ഹൂം. ആജുമേ ബഹുത്ത് ഗുഷും. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ കണ്ടന്റ് തന്നിട്ടുള്ളത് ആ കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾ ആ ഡയറി പൂർത്തീകരിക്കുക. ഓക്കെ, അപ്പോൾ ഡയറി എല്ലാവർക്കും മനസ്സിലായില്ലേ? ദ നെക്സ്റ്റ് വൺ, ഒരു ക്വസ്റ്റ്യൻ, ഇൻസാനിയത്ത് കി മിസാൽ പാഠക ആശയ ക്യാ ഹൈ? എന്താണ് ഇൻസാനിയത്ത് എന്ന് പറയുന്ന പാഠത്തിൻ്റെ ആശയം എന്താണ്? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്കത് ചോദിക്കാം. ഡയറി 4 മാർക്കിനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇവിടെ ഇൻസാനിയത്ത് കി മിസാൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിക്കാം. അതിൻ്റെ ആശയം എന്താണ് എന്നാണ്. എന്താണ്? ഔരോं की तकलीफ में इंसानियत प्रकट करना. എന്താണ്? മറ്റുള്ളവരുടെ തക്ലീഫ്, ബുദ്ധിമുട്ട്, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളിൽ അവർക്ക് ഇൻസാനിയത്ത് പ്രകടിക്കരണ, നമ്മുടെ മനുഷ്യത്വം പ്രകടമാക്കുക. അങ്ങനെ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസും ചെറിയ ചാപ്റ്ററാണ് ഇൻസാനിയത്തിക്ക് മിസാൽ എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു ഡയറി നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസും. അപ്പോൾ ആ പാഠത്തെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ചാപ്റ്റർ മുർജായ ഫൂൽ. ഏതാണ്? മുർജായ ഫൂൽ. മുർജായ ഫൂൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ എടുത്തിട്ടുള്ളതാണ്. എന്താണ് മുർജായ ഫൂൽ എന്ന് വെച്ചാൽ? വാടിയ പൂവ് അല്ലേ? മുർജായ ഫൂൽ ആരാണ് എഴുതിയിരിക്കുന്നത്? സുഭദ്ര കുമാരി ചൗഹാൻ അല്ലേ? ലേഖിക കാ നാം സുഭദ്ര കുമാരി ചൗഹാൻ. इसका लेखिका का नाम സുഭദ്ര കുമാരി ചൗഹാൻ. किस विधा की रचना है അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. കിസ് വിധ മുർജായ ഫൂൽ കിസ് വിധ കി രചന ഹെ? ഏത് തരത്തിലുള്ള രചനയാണ്? ഏത് തരത്തിലുള്ള രചനയാണ്? മുർജായ ഫൂൽ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും അത് കവിതയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് എഴുതണം? കിസ് വിധ കി രചന ഹെ എന്നുള്ളതിന് കവിത എന്നുള്ള ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലെ? ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്താണ്? മുർജായ ഫൂൽ കിസ്കി രചന ഹെ? ആരുടെ രചനയാണ്? ആരുടെയാണ്? സുഭദ്ര കുമാരി ചൗഹാൻ. ആരുടെയാണ്? സുഭദ്ര കുമാരി ചൗഹാൻ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ഒരു ആക്ടിവിറ്റി. हृदय दुखाना और ठंडी बूंदें टपकाना जैसे अन्य कौन कौन से प्रयोग कविता में है? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ നമ്മുടെ പദ്യത്തിൻ്റെയൊക്കെ സൈഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാറില്ലേ? അതൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഹൃദയ ദുഃഖാന और ठंडी बूंदें टपकाना ജയ്സി അന്യ കോൻ കോൻസെ പ്രയോഗ കവിതാമയം ഹേ. അങ്ങനെയുള്ള വേറെ ഏതൊക്കെ പ്രയോഗങ്ങളാണ് ഈ മുർജായ ഫൂൽ എന്ന് പറയുന്ന കവിതയിലുള്ളത്? അപ്പോൾ ഹൃദയ ദുഃഖാനെന്നും അതേപോലെ ഠണ്ഡി ബൂന്തേൻ ടപ്കാന, അതിന് ചോദിച്ച് വേറെ വാക്കുകൾ ഇതിൽ പറയുന്നുണ്ട്. ഏതാണ് അതിൻ്റെ അതേ അർത്ഥം വരുന്നത്? നോക്കിയേ, ചോട്ട് പഹുഞ്ചാന പദ്യത്തിലുണ്ടല്ലോ, ബിഖരാന, ശീതളദാലാദേന, രുലാന. കണ്ടോ? 2 ആൻസർ അതിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, മുർജായ ഫൂൽ കിൻ കിൻ കെ പ്രതീക് ഹേ? ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. മുർജായ ഫൂൽ കിൻ കിൻ കെ പ്രതീക് ഹേ? മുർജായ ഫൂൽ എന്ന് പറയുന്നത് എന്തിൻ്റെ എല്ലാം പ്രതീകമാകുന്നു? എന്തിൻ്റെയൊക്കെയാണ്? സമാജ് കെ വൃദ്ധ ലോക് കെ, നമ്മുടെ സമൂഹത്തിലെ വൃദ്ധന്മാരായ ആളുകൾ അല്ലേ, വയസ്സായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കുന്നു. ആ വാടിയ പൂവ് അല്ലേ, ആ വാടിയ പൂവിനോ എന്തിനെയാണ് പറയുന്നത്? വാർദ്ധക്യത്തെ. ബീമാർ ലോക്, രോഗികളായ ആളുകളെ. പിന്നെ ഏതിനെയാണ്? ഗരീബ് ലോക്, പാവപ്പെട്ട ആളുകളെ. മനസ്സിലാവും? അപ്പം 3 പോയിന്റ് അത് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഒന്ന് സമാജ് കെ വൃദ്ധ ലോക് കെ, ബീമാർ ലോക് കെ, ഗരീബ് ലോക് കെ. ഓക്കെ, അപ്പം 3 പോയിന്റ് അതിലുള്ളൂ. അടുത്തത് കവിത കാ ആശയ ലിഖേ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? കവിത കാ ആശയ ലിഖേ. അപ്പോൾ ഈ ആശയം നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് നോക്കാം കേട്ടോ.
श्रीमती सुभद्रा कुमारी चौहान की कविता है मूर्झाया फूल. സുഭദ്ര കുമാരി ചൗഹാന്റെ പ്രസിദ്ധമായ കവിതയാണ് ഏത്? മൂർജായ ഫൂൽ. കവിയത്രി ബതാത്തി ഹെ കി, കവിയത്രി അതിൽ പറയുന്നു, എന്താണ് പറയുന്നത്? യേ ഫൂൽ തോ മൂർജായ ഹെ, ഈ പൂവ് വാടിയിരിക്കുന്നു. ഇസ്ലിയെ ഉസ്കോ ദുഃഖാനാ മത്, അതുകൊണ്ട് ഇതിനെ നമ്മൾ വിഷമിപ്പിക്കരുത് അല്ലേ. അപ്പോൾ കവിതയിൽ കവി ആ പൂവിനോട്, ആ പൂവിൻ്റെ അവസ്ഥയെ എന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെയും അതേപോലെ രോഗികളായ ആളുകളെയും വയസ്സായ ആളുകളെയും കുറിച്ചാണ് അവിടെ കവി ആ പൂവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ ബന്ധപ്പെടുത്തി കൊണ്ടാണ് പറയുന്നത്. ഉസ്കി പങ്കുടിയാം കോ ബി ബിഖ്രാനാ മത്, അപ്പം അത് വാടിയ പൂവാണെന്ന് വിചാരിച്ച് അതിൻ്റെ അതളുകളൊന്നും നമ്മൾ പിച്ചി ചീന്തി കളയരുത്. ഉനെ ചോട്ട് ബി നഹി പഹുഞ്ചായേ, അതിനെ മുറിവേൽപ്പിക്കരുത്, ആ പൂക്കളെ മുറിവേൽപ്പിക്കരുത്. അപ്പം ആ പൂവ് എന്നുള്ളത് കൊണ്ട് അവിടെ എന്തിനെ ഉദ്ദേശിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്യോങ്കി വഹ് തോ അപ്പിനി അന്തിം ഗഡിയോ മേം ഹേ, അല്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പം ആ പൂവ് അതിൻ്റെ അവസാന നിമിഷത്തിലാണ്. അപ്പോൾ അവസാന നിമിഷത്തിലാവുമ്പോൾ നമ്മൾ അതിനെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ആരെന്നെ പറയുന്നത്? നമ്മുടെ സമൂഹത്തിലുള്ള വയസ്സായിട്ടുള്ള ആളുകളെ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും പല കഥകളും. അപ്പോൾ അവിടെ ആ പൂവിനോട് അവരെയാണ് കവി ബന്ധപ്പെടുത്തുന്നത്. കവിയത്രി ഹമേ ठंडी बूंदें टपकाकर उसे शीतलता प्रदान करना चाहती है, ആ പൂവിനെ ആ അന്ത്യ നിമിഷത്തിൽ ആ പൂവിന് കുറച്ച് വെള്ളം തെളിച്ചുകൊണ്ട് ആ പൂവിനെ ഒന്ന് ഉണർത്താനാണ് പറയുന്നത്, അല്ലേ? നമ്മൾ വാടിയ പൂവിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചു കൊടുത്താൽ ഇത്തിരി ഒന്ന് ഇതായിട്ട് ഇത്തിരി, അല്ലേ, കുറച്ച് ഒന്ന് ഉണർന്നിരിക്കും ആ പൂവ്, അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലേ? इस तरह कवियत्री दीन दुखियों की सहायता करने का संदेश देती है. ഇപ്രകാരം കവി അതിൽ എന്താണ്? ദീൻ ദുഃഖിയോ, വയസ്സായതും വേദന അനുഭവപ്പെടുന്ന ആളുകളും അതേപോലെ സമൂഹത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളൊരു ആശ്വാസം കൊടുക്കുക എന്നുള്ള സന്ദേശമാണ് ഈ മൂർജായ ഫൂൽ എന്ന് പറയുന്ന കവിതയിൽ കവിയത്രി നമുക്ക് തരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ആശയം വന്നാൽ നിങ്ങൾ എഴുതൂലോ? ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ചാപ്റ്റർ ദോ ബായ്. ദോ ബായ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കഥ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? അതൊരു കഹാനിയാണ് അല്ലേ? കഹാനി എന്ന് വെച്ചാൽ എന്താണ്? കഥ. അപ്പോൾ നമുക്കതിന്ന് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതേമാതിരിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. കിസ് വിദാ കി രചന ഹെ? ദോ ബായ് കിസ് വിദാ കി രചന ഹെ? इसका उत्तर കഹാനി. എന്താണ്? കഹാനി. ഓക്കെ. അപ്പോൾ ഈ ദോ ബായ് എന്ന് പറയുന്ന പാഠത്തിൽ എന്താണ് പറയുന്നത്? ഒന്ന് ഓർത്ത് എല്ലാവരും. ദോ ബായ് എന്ന് പറയുന്ന കഥയിൽ എന്താ പറയുന്നത്? 2 സഹോദരന്മാരുണ്ടായിരുന്നു അല്ലേ? ചേട്ടനും അനിയനും. അപ്പോൾ അവരെന്ത് കൃഷിയാണ് ചെയ്തിരുന്നത്? ഗേഹു, ഗോതമ്പിൻ്റെ കൃഷിയാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഗോതമ്പിൻ്റെ കൃഷിയൊക്കെ ചെയ്ത് ആ വിളവൊക്കെ പാകമായി അവർ ആ ഗോതമ്പിൻ്റെ കൃഷി വിളവെടുത്തു. ആ സമയത്ത് വിളവൊക്കെ എടുത്ത് അവർക്ക് 2 പേർക്കുള്ള ഭാഗമൊക്കെ ഷെയർ ചെയ്ത് വെച്ചു. അവർ 2 പേരും ഒരുമിച്ചാണല്ലോ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള പങ്കൊക്കെ വെച്ചു, 2 പങ്കായി വെച്ചു. അപ്പോൾ അവർക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം മൂത്ത ചേട്ടനോട് പോയി ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ മൂത്ത ചേട്ടൻ വീട്ടിലേക്ക് പോയ സമയത്ത് അനിയൻ എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ ആ ഗോതമ്പിൻ്റെ ഒരു പങ്കിൽ നിന്നും ഏട്ടൻ്റെ ആ പങ്കിലേക്ക് കുറച്ച് ഇട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ അനിയൻ ഇടാനുള്ള കാരണം? എന്തുകൊണ്ടാ? ചേട്ടന് കുടുംബമുണ്ട്, കല്യാണം കഴിഞ്ഞതാണ്, മക്കളുണ്ട്. അപ്പോൾ ചേട്ടന് കൂടുതൽ ചിലവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ പങ്കിൽ നിന്നും കുറച്ച് ഏട്ടൻ്റെ പങ്കിലേക്ക് ഇട്ടു. എന്നിട്ട് ചേട്ടൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ആ സ്ഥലത്തേക്ക് അവരുടെ ആ വിളവ്, അതായത് ഗലിഹാൻ എന്നാണ് പറയുന്നതിനെ. അതെന്താണ്? വിളവൊക്കെ എടുത്തിട്ട് അതിന് നമ്മൾ പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാടത്ത്, ഇങ്ങനെ പാടമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ കൃഷി ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു വീട്, കളപ്പുര എന്നൊക്കെ പറയും. അതാണ് ഗലിഹാൻ. അപ്പോൾ അവിടെയാണ് എന്താണ് ഈ ഗോതമ്പൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. ചേട്ടൻ വന്നതിന് ശേഷം അനിയനോട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറയും. അപ്പം അനിയൻ വീട്ടിലേക്ക് പോയ സമയത്ത് ചേട്ടൻ എന്ത് ചെയ്യും? തൻ്റെ
പങ്കിൽ നിന്നും കുറച്ച് അനിയൻ്റെ പങ്കിലേക്ക് ഇടും. അപ്പോൾ ചേട്ടൻ എന്താ ചിന്തിക്കുന്നത്? അനിയന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ അവനെ എന്താണ് ആരും സഹായിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ പങ്കിൽ നിന്നും കുറച്ച് അനിയൻ്റെ പങ്കിലേക്ക് ഇടും. അങ്ങനെ അവർ രണ്ടുപേരും. അപ്പോൾ അവിടെ എന്താണ് നമ്മളവിടെ കാണുന്നത്? ആ ചേട്ടനും അനിയനും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ അല്ലേ ആഴം. അവർ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടോ? വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെ സ്നേഹം എന്നുള്ളത്. ഒരു എന്താണ് കൂട്ടായ്മ അല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ള സഹോദര സ്നേഹത്തിൻ്റെ എന്താണ് കഥയാണ് ദോ ഭായി എന്നുള്ളതിൽ ലേഖകൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ആ കവിതയിൽ. അപ്പോൾ ആ കവിതയല്ല, കഥയിൽ കഹാനി. അപ്പോൾ ഈ കഥയിൽ വരുന്ന ക്വസ്റ്റ്യൻ ദോ ഭായി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കുക? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. അതേപോലെ ഇപ്പോൾ ചോട്ടാ ഭായ് ഓർ ബഡാ ഭായ് അവർ തമ്മിലുള്ള വാർത്താലാബ് എന്താണ് കേട്ടിട്ടില്ലേ? വാർത്താലാബ് അല്ലെങ്കിൽ ബാത്ചീത്ത്, ഇത് രണ്ടും പറയാം. വാർത്താലാബ് എന്ന് വെച്ചാൽ സംഭാഷണം എന്നാണ്. ഇതൊക്കെയാണ് അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. कोष्ठक से सही शब्द चुनकर वाक्य पूरा कीजिए. നമുക്ക് ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അത് വെച്ച് നമ്മൾ ഈ സെൻറ്റൻസ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഷാദി, ഗലിഹാൻ, അഖേല, ജ്യാദ, ലൗട്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചോട്ടാ ബായി ഡേഷ് പർ രുഖാദ. അനിയൻ എവിടെയാണ് ഇരുന്നത്? അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഓർക്കുക കേട്ടോ എവിടെയാണ്. ലാസ്റ്റ് നമുക്ക് ഉത്തരം പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബഡേ ബായി की डैश हो गई है, इसलिए उन्हें डैश गेहूं की जरूरत होगी. बड़ा भाई थोड़ी देर में खाकर डैश, लेकिन छोटा भाई डैश है. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ വായിച്ചു, ആ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ള ചെറിയൊരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ചിലരൊക്കെ ഇങ്ങനെ ഉത്തരം പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം പറഞ്ഞേ? ഒന്നാമത്തെ ഏതാ വരിക? ഒന്നാമത്തേൽ നമുക്ക് പറയാം ചോട്ടാ ബായി ഡേഷ് പർ രുഖാദ. ഏതാണ് ആൻസർ? ഗല്ലിഹാൻ. കണ്ടോ? ഗല്ലിഹാൻ. ബഡേ ബായി की डैश हो गई है, എന്താണ്? ഷാദി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ബഡേ ബായി की ഷാദി ഹോ ഗയി ഹേ. ഒന്നാമത്തേത് എന്ത് വരും? ഗല്ലിഹാൻ. इसलिए उन्हें डैश गेहूं की जरूरत होगी. അവിടെ എന്താ വരിക? ജ്യാദ. എന്താ വരിക? ജ്യാദ. ജ്യാദ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജ്യാദ ബഹുത്ത് അല്ലേ? ബഹുത്ത് എന്ന് വെച്ചാൽ ധാരാളം. നെക്സ്റ്റ് വൺ, ബഡേ ഭായി തോടി ദേർ മേ ഖാക്കർ ലൗട്ട അല്ലേ? എന്താണ്? ബഡേ ഭായി കുറച്ച് നേരത്തിന് ശേഷം തിരിച്ച് വന്നു. അപ്പൊ അവിടെ എന്താ വരിക? ലൗട്ട. The next one, ലേക്കിൻ ചോട്ടാ ബായി ഡേഷ് ഹേ. എന്ത് വരും? എന്നാൽ ചെറിയ അനിയൻ എന്താണ്? അഖേല ഹേ അല്ലേ? എന്താ ആൻസർ വരിക? അഖേല. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് തരും, അത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് എടുത്തെഴുതുക, ആൻസർ കറക്റ്റായിട്ട് എടുത്തെഴുതുക. അപ്പം അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. എന്താണത്? ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ടെക്സ്റ്റ് വായിക്കാറുണ്ടോ നിങ്ങൾ? കഥയായാലും കവിതയായാലും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായി വായിക്കണം. എല്ലാ സബ്ജക്റ്റും, ഒരു സബ്ജക്റ്റ് അല്ല, എല്ലാ സബ്ജക്റ്റും നിങ്ങൾ നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കണ്ണടച്ച് സുഖമായിട്ട് എഴുതാം. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും വായിക്കില്ലേ ടെക്സ്റ്റ്? വായിക്കണം.
ദ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി സഹി മിലൻ കരേ. എന്താ സഹി മിലൻ കരേ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? എന്താണ്? ചേരുംപടി ചേർക്കാം. മാച്ച് ദ ഫോളോയിങ്. എന്താണ്? മാച്ച് ദ ഫോളോയിങ്. ദോനോ ബൈ. അപ്പോൾ നമുക്കിവിടെ എ സൈഡും ബി സൈഡും തരും, 2 സൈഡ് തരും. അതിൽ എ സൈഡിൽ തന്നതിനെ യോജിച്ചത് ബി സൈഡിൽ നിന്ന് എടുത്തെഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഡിസോർഡറിലാണ്, ഓർഡറിലല്ല, കറക്റ്റ് ആയിട്ടുള്ളതല്ല. അപ്പോൾ അതിനെ നമ്മൾ ഓർഡറിൽ എടുത്ത് എഴുതണം. സഹി മിലൻ കരി, ശരിയായത് എടുത്ത് എഴുതുക. ദോനോ ബായി, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ബാണ്ട്ലിയ. ഉൻഹോനെ ബാരി ബാരി സേ തന്നിട്ട് എന്തുണ്ട്? പക്കക്കർ തയ്യാർ ഹോ ഗയി ദി. ഗേഹു കി ഫസൽ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ബി സൈഡില് സാഞ്ച ഖേത്തി കർത്തേ ദേ. പിന്നെ ദോനോ നെ ആധാ ആധാ ഗേഹു ഖാനെ കാ സോച്ച. ബി സൈഡിൽ അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. എങ്ങനെ എഴുതും? 1-2 വട്ടം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അപ്പം എങ്ങനെ എഴുതുക? ദോനോംബായി സാഞ്ച ഗേത്തി കർത്തേതേ. അവരൊരുമിച്ചാണ് ആ കൃഷി ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ കണ്ടോ ദോനോ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കറക്റ്റായത് എടുത്തെഴുതി. എന്താണ് എടുത്തെഴുതിയത്? സാഞ്ച ഗേത്തി കർത്തേതേ. ഉൻഹോനെ ബാരി ബാരി സേ ഖാനെ കാ സോച്ച. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ. ഉൻഹോനെ ബാരി ബാരി സേ, എന്താണ്? അധികം, കൂടുതൽ കഴിക്കണം എന്നുള്ളത് അവർ ചിന്തിച്ചു. ഖാനെ കാ സോച്ച. ഗേഹു കി ഫസൽ, എന്താണ്? ഗോതമ്പിൻ്റെ ആ പാടം, വിളവ്. പക്കക്കർ തയ്യാർ ഹോ ഗയി ദി, കണ്ടോ? വിളവെടുക്കാൻ പാകമായിട്ടുണ്ടായിരുന്നു. ദോനോ നെ ആധാ ആധാ ഗേഹു ബാണ്ട്ലിയ. അവർ 2 പേരും എന്താണ്? പകുതി പകുതി പങ്കിട്ട് എടുത്തു. കണ്ടോ? അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതിന് ഈ ആൻസർ വരുന്നത് വേഗം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കണ്ടോ? ഇത്രയേ ഉള്ളൂ അത്. ഇനി അടുത്തത് താലിക കി സഹായത സേ വാർത്താലാപ് കി പൂർത്തി കരേ. നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും, 4-5 ഓപ്ഷൻസ് തരും. അത് വെച്ചിട്ട് ആ ഓപ്ഷൻസിൽ ഏതാണോ കറക്റ്റ് അത് ഈ ഇതിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. ആരും ഒരു ടെൻഷനുണ്ട്. നമ്മുടെ കൂടെ ആരുണ്ട്? എക്സാം പോയിന്റ് ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയെക്കുറിച്ച്. ബഡാബായി ബഹുത്ത് ഭൂക്ക് ലഗ് രഹി ഹേ. എന്താണ്? ചേട്ടന് വളരെയധികം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഓപ്ഷൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അവിടെ ചോട്ടാബായി എന്നുണ്ട്, ബഡാബായി എന്നുണ്ട്, പിന്നെ ചോട്ടാബായി, ബഡാബായി അല്ലേ. ഇങ്ങനെ 4 എണ്ണം, 2 ബഡാബായി പിന്നെ ചോട്ടാബായി. അതാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് എഴുതണം. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുക? അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇത്. കണ്ടോ? തും ഗാനെ ഗാനെ ജാവോ, ഹാ മുझे भी, ठीक है, आप पहले जाइए. ഈ 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ആ വാർത്താലാപ് ഫില്ല് ചെയ്യണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഫില്ല് ചെയ്യാം? ഫസ്റ്റ് ബഡാബായി ബഹുത്ത് ഭൂക്ക് ലഗ് രഹി, അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചോട്ടാബായി ഹാ മുझे भी, അപ്പോൾ അനിയൻ പറയാണ് ഹാ മുझे भी, എനിക്കും വിശക്കുന്നുണ്ട്. ബഡാബായി തും ഖാനാ ഖാനെ ജാവോ, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ചോട്ടാബായി ആ പഹലെ ജായിയേ, അപ്പോൾ താങ്കൾ ആദ്യം പോയാലും. ചേട്ടനല്ലേ, അപ്പോൾ താങ്കൾ ബഹുമാനം കൊടുക്കാം. ആ പഹലെ ജായിയേ, താങ്കൾ ആദ്യം പോയാലും. ബഡാബായി ടീക്ക് ഹേ. ശരി, കണ്ടോ? അത് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയോ? എത്ര സിമ്പിളായിട്ടല്ലേ. അപ്പോൾ ആ പാഠം അവിടെ അവസാനിച്ചു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? നന്ന ഉല്ലു അല്ലേ. അതെന്താ? ഒരു കഹാനിയാണ് അല്ലേ. നന്ന ഉല്ലു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്നു. ഉല്ലു എന്ന് വെച്ചാൽ എന്താണ്? ഉല്ലു, മൂങ്ങ. അപ്പോൾ ഈ നന്ന ഉല്ലു എന്ന് പറയുന്ന ആ കഥയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മൾ ഫസ്റ്റ് മറ്റുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നന്ന ഉല്ലു കിസ് വിദാ കി രചന ഹി. ആ ക്വസ്റ്റ്യൻ അതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ മറ്റുള്ള ചാപ്റ്റേഴ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിലും അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നന്ന ഉല്ലു കിസ് വിദാ കി രചന ഹി. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? കഹാനി എന്ന് എഴുതാം. ഓക്കെ.
അപ്പോൾ ഈ നന്നാ ഉല്ലുവിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അമ്മയോട് ആ ചെറിയ മൂങ്ങ കുറേ സംശയങ്ങൾ ചോദിക്കുകയാണ് അല്ലേ. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്, സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട്, അങ്ങനെ കുറേ സംശയങ്ങളാണ്. അപ്പോൾ അമ്മ അതിനൊക്കെ അവന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആദ്യം അമ്മയോട് വന്ന് ചോദിക്കും ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ അമ്മ പറയും അവനോട് പോയി എണ്ണി നോക്കാൻ. അപ്പോൾ ആ മൂങ്ങ പോയിട്ട് ഇങ്ങനെ എണ്ണി നോക്കും. നക്ഷത്രങ്ങൾ നമുക്ക് എണ്ണാൻ സാധിക്കുമോ? ഇല്ല, ധാരാളം കോടാനുകോടി അല്ലേ, അങ്ങനെ പറയാം, അത്രയും നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും അവൻ തിരിച്ചു വന്ന് വേറൊരു സംശയം ചോദിക്കും, എന്താണ് സമുദ്രത്തിന് എത്ര ആഴമുണ്ട്? അപ്പം അമ്മ പറയും പോയി നോക്കാൻ പറയും അല്ലേ. അങ്ങനെ കുറേ സംശയങ്ങളാണ് ആ അമ്മയോട് ആ ചെറിയ മൂങ്ങ കുഞ്ഞ് ചോദിക്കുന്നത്. അപ്പം അതിനുള്ള മറുപടിയൊക്കെ അമ്മ കൊടുക്കുന്നു അല്ലേ, ഓരോന്ന്. അപ്പം നമുക്ക് അമ്മമാരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ആര് തരും? അമ്മ തരും. നിങ്ങൾ അങ്ങനെ ചോദിക്കാറില്ലേ ഓരോ കാര്യങ്ങൾ? അമ്മ അതെന്താ അങ്ങനെ, അതെന്താ അമ്മ എങ്ങനെ വന്നത്? എല്ലാത്തിനും അമ്മമാർ നമുക്ക് എന്താണ്, എല്ലാത്തിനും അതിനുള്ള മറുപടി, അതായത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും അല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെയല്ലേ നിങ്ങളുടെ അടുത്ത് ചെയ്യാറുള്ളത്? അതെ. അപ്പോൾ അമ്മമാർ നമുക്ക് ധാരാളം കാര്യങ്ങൾ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഈ മൂങ്ങ കുഞ്ഞ് തിരിച്ചു വന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ ആ മൂങ്ങ കുഞ്ഞിന് മനസ്സിലായി. അപ്പോൾ ആ മൂങ്ങ കുഞ്ഞ് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയുകയാണ്, എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തിനേക്കാട്ടിയും ഈ ലോകത്തിൽ എന്തിനേക്കാട്ടിയും കൂടുതൽ എനിക്ക് എന്തൊക്കെയുണ്ടോ നക്ഷത്രങ്ങൾ, അതിനെക്കാട്ടിയൊക്കെ കൂടാൻ അത്രയും ഇഷ്ടം എനിക്ക് എൻ്റെ അമ്മയോടുണ്ട് എന്നുള്ളത് ആ മൂങ്ങ കുഞ്ഞ് പറയുന്നു. അപ്പോൾ ആ അമ്മ ആ മൂങ്ങ കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ ആ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആരുണ്ട്? അമ്മയുണ്ട് അല്ലേ. എല്ലാവർക്കും അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലേ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം പോയിട്ട് ആരോടാ പറയുക? കൂടുതൽ പേരും അമ്മമാരോടാണ് പറയുക. ചിലവരൊക്കെ വേഗം പോയി അച്ഛനോട് പറയും, എന്നാലും കൂടുതൽ പേരും അമ്മമാരോടാണ് പറയുക എല്ലാ കാര്യങ്ങളും. അപ്പം അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ മൂങ്ങ കുഞ്ഞിന് എത്രയോ കാര്യങ്ങളാണ് അമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത്. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ അമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പം നമ്മളെല്ലാവരും അച്ഛനും അമ്മയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, ഒക്കെ ചെയ്യണം, ആദരിക്കണം, ബഹുമാനിക്കണം, ഒക്കെ ചെയ്യണം. എല്ലാവരെയും, മുതിർന്ന എല്ലാ ആളുകളെയും കേട്ടോ, എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറുക അല്ലേ. അതാണ് വേണ്ടത്. അപ്പോൾ ഈ പാഠത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക നോക്കൂ. കഹാനി കെ വാചൻ കെ അനുഭവ് പർ ലിഖേ അപ്നി ഡയറി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു ഭാരിക്കിൻ്റെ ഡയറി അല്ലേ. അപ്പോൾ ഇതിലെന്താ, ഈ കഥ വായിച്ചിട്ട് ഇപ്പം നന്നാ ഉല്ലുവിന് തൻ്റെ അമ്മയോടുള്ള സ്നേഹമല്ലേ. അപ്പോൾ ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ ഡയറി എഴുതുക. അപ്നി ഡയറി ലിഖേ, നിങ്ങളുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുക. ഡയറിയുടെ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇപ്പോൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് എഴുതണം? താരീഖ് കണ്ടോ, ഇവിടെ 20 ജനുവരി 2000 ഇതാണ് 22 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ദിവസം ബുധവാർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോമവാർന്നോ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അവിടെ ഇപ്പോൾ സോമവാർന്ന് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെഴുതാം? ദിൻ എഴുതാം. ഈ ഡേറ്റിന് പകരം നിങ്ങൾക്ക് താരീഖ് എന്ന് എഴുതാം. പിന്നെ നമ്മളൊരു കോളം വരയ്ക്കണം കണ്ടോ. ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് വേണം എന്തെഴുതാൻ? ഡയറി എഴുതാൻ. ഒരു കോളത്തിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായി നീറ്റായിട്ട് എഴുതാം. അപ്പോൾ ആജുമേനെ നന്നാ ഉല്ലു കഹാനി പഠി. അപ്പം എങ്ങനെ ആദ്യം എഴുതണം? ഞാൻ ഇന്ന് നന്നാ ഉല്ലു എന്ന് പറയുന്ന ആ കഥ വായിച്ചു. മാം ഓർ ബേട്ടെ കി കഹാനി, ഒരു അമ്മയുടെയും മകളുടെയും കഥ. ബേട്ടിയല്ല, സോറി, ബേട്ടയാണ്, മകനാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്യാർ കി കഹാനി, സ്നേഹത്തിൻ്റെ ഒരു കഥ. മുझे കൈ ബാത്തേ യാദായി, എനിക്ക് ധാരാളം കാര്യങ്ങൾ ഓർമ്മ വന്നു. പഹലെ മുझे लगता था कि मेरी അമ്മ ദീദി സെ ജ്യാദ പ്യാർ കർത്തി ഹേ. അല്ല, അത് എല്ലാവർക്കും നമുക്ക് തോന്നണതാ അല്ലേ. ഇപ്പോൾ 2 പേര് ചേച്ചിയും അനിയനൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ചേച്ചിയോടാണോ, എന്നോട് സ്നേഹമില്ലേ, അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ
അമ്മമാർക്ക് എത്ര മക്കളുണ്ടായാലും എല്ലാ മക്കളോടും ഒരേപോലെ തന്നെയാണ് എന്തുണ്ടായിരിക്കുക, സ്നേഹം ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള തോന്നലുകളൊന്നും ആർക്കും വേണ്ട കേട്ടോ. लेकिन बाद में मैं समझ गई कि माम हम दोनों को बहुत प्यार करती है. അപ്പോൾ ആദ്യം വിചാരിച്ചു എൻ്റെ ചേച്ചിയോടാണ് കൂടുതൽ സ്നേഹം അമ്മയ്ക്കുള്ളത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലേക്കിൻ എന്നാൽ ബാദ്മേം അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്ത്, ഹം ദോനോക്കോ ഞങ്ങൾ രണ്ടുപേരെയും ബഹുത്ത് പ്യാർ കർത്തി ഹേ, ഞങ്ങൾ രണ്ടുപേരെയും വളരെയധികം ആരിഷ്ടപ്പെടുന്നു, അമ്മ ഇഷ്ടപ്പെടുന്നു. യഹ് കഹാനി പഠിക്കർ മേരാ വിശ്വാസ് ഓർ ബി ദൃഢ ഹോ ഗയ. അപ്പോൾ വായിച്ചപ്പോൾ, ഈ കഥയും കൂടി വായിച്ചപ്പോൾ എൻ്റെ വിശ്വാസം ഒന്നും കൂടി ദൃഢമായി. മാം കാ പ്യാർ ആസ്മാൻ ജൈസ വിശാൽ ഹേ. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ആകാശം പോലെ വിശാലമാണ്. സമുദ്ര ജൈസ ഗഹരാ ഹേ. സമുദ്രത്തിൻ്റെ ആഴം നമുക്കറിയോ? ഇല്ല. അത്രയും ആഴത്തിലാണ് അമ്മയുടെ സ്നേഹം. ആകാശത്തിൻ്റെ വലിപ്പം നമുക്കറിയോ? ഇല്ല. അത്രയും സ്നേഹമാണ് അമ്മമാർക്ക് മക്കളോട് ഉള്ളത്. മേ ഉസ് പ്യാർ കോ കബി നഷ്ട് നഹി കരൂംഗി. ആ അമ്മയുടെ സ്നേഹം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുകയില്ല. മനസ്സിലായോ? ഇത്രയുള്ള ഡയറിയിൽ. നല്ല ഡയറിയാണ്, നിങ്ങൾക്ക് വേഗം വായിച്ചാൽ മനസ്സിലാവും. അപ്പം എല്ലാവരും അത് വായിച്ച് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കോഷ്ടൈസെ ഉജി ശബ്ദ ചുൻകർ ലിഖിയേ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് വേർഡ് എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ആസ്മാൻ എന്നുണ്ട്, ആവാസ്, ഗിൻ, ഊപ്പർ, കിനാരെ. കണ്ടോ? അപ്പോൾ ഇത് ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ തരും, ക്വസ്റ്റ്യൻ അതിൻ്റെ ചോടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് നിങ്ങൾ ശരിയായ വേർഡ് എടുത്ത് ആ സെൻറ്റൻസ് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ശരി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നന്നാ ഉല്ലു ഊപ്പർ ഡേഷ് മേ ഉഡാ. നന്നാ ഉല്ലു ഊപ്പർ ഡേഷ് മേ ഉഡാ. ഓപ്ഷൻസിലുണ്ട് അതിൻ്റെ ഉത്തരം. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വേഗം കിട്ടും. വഹ് ബാദലോं से डैश उड़ रहा था. नन्हा उल्लू समुद्र की लहरों की डैश सुनी. जाओ जाकर डैश लो. नन्हा उल्लू उड़कर समुद्र के डैश आ पहुंचा. കണ്ടോ? ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസും നമുക്ക് അവിടെ ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എടുത്തെഴുതാം. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കണ്ടോ? ഏതാ വരിക? നന്നാ ഉല്ലു ഊപ്പർ മേ ഡേഷ് മേ ഉഡ. എവിടെയാണ് പോയത്? എവിടേക്കാണ് പറഞ്ഞത്? ആസ്മാൻ. കണ്ടോ? ഇവിടെ എന്തെഴുതണം? ആസ്മാൻ. വഹ് ബാദലോ സേ ഡേഷ് ഉഡ് രഹാ ഥാ. അപ്പോൾ അവിടെ ആൻസർ എന്താ വരിക? ബാദലോ സേ ഊപ്പർ. കണ്ടോ? ഏതാ വരിക? ബാദലോ സേ ഊപ്പർ. ഇതിലേതാണ് ആൻസർ? ഊപ്പർ. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ, മേഘത്തിൻ്റെ മുകളിലൂടെ വരെ നന്നാ ഉല്ലു പറഞ്ഞിരുന്നു. നന്നാ ഉല്ലു സമുദ്രക്ക് ലഹരോ കി ഡേഷ് സുനി. എന്താണ്? തിരമാലകളിൽ എന്താണ് കേട്ടത്? എന്താ കേട്ടത്? അതിൻ്റെ ആൻസർ നോക്കൂ. എന്താണ്? ആവാസ്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതണം? ആവാസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ജാവോ ജാക്കർ ഡാഷ് ലോ. പോകൂ, അവിടെ പോയിട്ട് എന്താണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഗിൻ ലോ, അല്ലേ? എണ്ണീട്ട് വരാൻ. ലാസ്റ്റ് വൺ, നന്നാ ഉല്ലൂടുക്ക് സമുദ്രക്ക് ഡാഷ് ആ പഹുഞ്ച. എവിടെയാണ് എത്തിയത്? സമുദ്രക്ക് കിനാരെ. കണ്ടോ? അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതേണ്ട രീതി മനസ്സിലായോ? അയ്യോ ഞങ്ങളിത് പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങളിത് കണ്ടിട്ടില്ലല്ലോ എന്നൊന്നും ആരും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ്റെ മോഡൽ എങ്ങനെ വരിക എന്നുള്ളത്? അപ്പോൾ ആ ചാപ്റ്റർ നമ്മുടെ അവിടെ കഴിഞ്ഞു. ഇനി എക്സാമിനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? ബബു ഓർ ബൂട്ട, അല്ലേ? ബബുവ എന്ന് വെച്ചാൽ എന്താ? ലടുക്ക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബബുവ എന്ന് വെച്ചാൽ ആൺകുട്ടി, ബൂട്ട ദാദ, മുത്തശ്ശൻ. ഇതൊരു കവിതയാണ് അല്ലേ? മുത്തശ്ശനും ആ കൊച്ചുമകനും തമ്മിലുള്ള അവരുടെ എന്താണ് ഇഷ്ടങ്ങളും ഇതൊക്കെ പറയുന്ന ഒരു ചെറിയൊരു കവിതയാണത്. അപ്പം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്?
ബബുവ ഓർ ബൂട്ട കവിത കാ സന്ദേശ് ക്യാ ഹെ? ബബുവ ഓർ ബൂട്ട എന്ന് പറയുന്ന ആ കവിതയുടെ സന്ദേശം എന്താകുന്നു, എന്താണ്? ഇസ് കവിത കാ സന്ദേശ് യഹ് ഹെ കി ബബുവ ഓർ ബൂട്ട दोनों को परिवार से उचित देखभाल होना चाहिए. അല്ലേ, ആ കവിതയിൽ നിന്നും കിട്ടുന്ന സന്ദേശം എന്താണ്? നമ്മുടെ വീട്ടിൽ വയസ്സായ ആളുകളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ നോക്കണം, അല്ലേ? ആ കവിതയിൽ എന്താ പറയുന്നത്? ആ ചെറിയ കുട്ടി ചെയ്യുന്നത് പോലെ തന്നെ ആ വയസ്സായ മുത്തശ്ശനും അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയില്ല, വീട്ടിലൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, വയസ്സാകും തോറും അവരുടെ സ്വഭാവം കുട്ടികളെ പോലെ ആവുന്നൊക്കെ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? ഇസ് കവിത കാ സന്ദേശ്, ഈ കവിതയുടെ സന്ദേശം എന്താണ്? ബബുവ ഓർ ബൂട്ട, അല്ലേ, ദോനോ കോ പരിവാർ സേ, ആ കുട്ടിയെയും മുത്തശ്ശനെയും കുടുംബത്തിലെ ഒരേപോലെ ഉചിത രൂപസേ ഒരേപോലെ നോക്കണം. कहते हैं कि बूढ़ापा जीवन में दूसरा बचपन है. പറയുന്നു, ബൂഢാപ്പ വാർദ്ധക്യം എന്നുള്ളത് വേറൊരു കുട്ടിക്കാലമാകുന്നു, നമ്മുടെ ജീവിതത്തിലുള്ള വേറൊരു കുട്ടിക്കാലം. ബച്പൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കുട്ടിക്കാലം, അല്ലേ, ചെറുപ്രായം. दूसरों के प्रेम देखभाल और सहानुभूति वे दोनों चाहते हैं. അല്ലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവരെ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ? അല്ലേ, നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ ചോറ് വാരിത്തരും, കുളിപ്പിച്ച് തരും, ഡ്രസ്സ് ഇട്ട് തരും, എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തരും. അതേപോലെ നമ്മുടെ വീട്ടിൽ വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഇതേപോലെ ചെറിയ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മളത് വളരെ കുറച്ചേ കാണുന്നുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വയസ്സായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരിക്കും, അവരെയൊക്കെ നന്നായി നോക്കുക. നോക്കില്ലേ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങൾ തീർച്ചയായിട്ടും നോക്കും. അപ്പം ഇതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കി, കിസ്നെ കഹ, ആര് പറഞ്ഞു? ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ കിസ്നെ കിസ്സേ കഹ, ആര് ആരോട് പറഞ്ഞു? ഇതിപ്പോൾ കിസ്നെ കഹ, ആര് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. മേരെ ഹാത്ത് സേ ചംചം ഗിർ ജാത്താ ഹേ. അപ്പം ആ കവിത വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് ആര് പറഞ്ഞതാണ് എന്നുള്ളത്, അല്ലേ? കവിതയും കഥയൊക്കെ വായിക്കണം, ടെക്സ്റ്റ് നന്നായി വായിക്കണം കേട്ടോ എല്ലാവരും. മുജ്കോ ബി ബഹുത്ത് രുലായി ആത്തി ഹേ, എനിക്കും വളരെയധികം സങ്കടം, കരച്ചിൽ. രുലായി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കരച്ചിൽ വരുന്നു. ഓക്കെ. മേ ബഹുത്ത് രുഹാസാഹും, രുഹാഡാഹും, സോറി രുഹാഡ എന്നാണ്. മേ തുമാരി ബാത് സമജ് രഹാഹും. നെക്സ്റ്റ് വൺ എന്താണ്? മേ തുമാരി ബാത് സമജ് രഹാഹും. ബഡ്കെ ഹം പർ ധ്യാൻ നഹി ദേത്തെ ഹേ. അപ്പം അതാണ് ക്വസ്റ്റ്യൻസ്. അപ്പം അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ ആൻസർ നോക്കിയേ. മേരെ ഹാത്ത് സേ ചംചം ഗിർ ജാത്താ ഹേ, അതാരാണ് പറയുന്നത്? എൻ്റെ കയ്യിൽ നിന്നും ടീസ്പൂണ് താഴെ വീഴുന്നു, അതാരാ പറഞ്ഞത്? ബബുവ, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഏതാ വരിക? ബബുവ. മുജ്കോ ബി ബഹുത്ത് രുലായി ആത്തി ഹേ, എനിക്കും വളരെയധികം സങ്കടം വരുന്നു, അതാരാ പറഞ്ഞേ? ബൂട്ട. മുത്തശ്ശനാ പറഞ്ഞത്. മേ ബഹുത്ത് രുഹാഡാഹും, എനിക്കും വളരെയധികം സങ്കടം വരുന്നു, എനിക്കും വരുന്നു. അപ്പം മുത്തശ്ശൻ പറഞ്ഞപ്പോൾ എനിക്കും സങ്കടം വരുന്നുണ്ട് എന്നാരാ പറഞ്ഞേ? ബബുവ. കണ്ടോ? മേ തുമാരി ബാ സമജ് രഹാഹും, ഞാൻ നീ പറയുന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പം അതാരാ പറഞ്ഞേ? ബൂട്ട. ബഡോं की हम पर ध्यान नहीं देता है, മുതിർന്നവർ എന്താണ് ഹം പർ ധ്യാൻ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അതാരാ പറഞ്ഞേ? ബബുവ. കണ്ടോ? ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പം അടുത്തത് പദസൂര്യൻ. പദസൂര്യൻ എന്ന് വെച്ചാൽ നമുക്കതിൽ പോയിന്റ് തന്നിട്ടുണ്ടല്ലേ, ഒരു ലേഖകനെ കുറിച്ചാണ് നമുക്കവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പദസൂര്യ പടുക്കർ കവി കെ ബാരേമേ ലേഖൻ ലിഖി, ആ കവിനെ കുറിച്ചിട്ടൊരു ലേഖനം എഴുതാം. അപ്പോൾ അവിടെ തന്നിട്ടുള്ള കവിയുടെ പേര് ഷെയർ സിൽവർസ്റ്റൈൻ എന്നാണ്. അപ്പോൾ ആ കവിയുടെ പോയിന്റ്സ് ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. മഷൂർ കവി, ലേഖക്, നാടകക്കാർ ആദി ഒരു പോയിന്റ്. പിന്നെ ദി ഗിവിംഗ് ട്രീ, എ ബോയ്, നയമാഡ്, സൂ ആദി പ്രമുഖ രചനായൻ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയുടെ പേരാണ്, ഇംഗ്ലീഷ് വേർഡാണത്. ജന്മ അമേരിക്ക കെ ചിക്കാഗോ മേ
1930 दिसंबर 25 को. ഉണ്ടോ, അത്രയും പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സിൽവർ അതിൻ്റെ ഒരു ലേഗ് എഴുതുക, ചെറിയൊരു പാരഗ്രാഫ്. ഈ പോയിൻ്റൊക്കെ ഉണ്ട്, പോയിന്റ് നിങ്ങൾ അതിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അത് എഴുതേണ്ട രീതി മനസ്സിലായില്ലേ? കണ്ടോ, ഷെൽട്ടൻ സിൽവർസ്റ്റൈൻ का जन्म अमेरिका के चिकागो में 1930 सितंबर 25 को हुआ. പോയിന്റ് നമുക്ക് അതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സൂര്യനായിട്ടാണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ട് ഇതിലേക്ക് എടുത്തെഴുതുന്നു. ലേഖക്, കവി, നാടകക്കാർ ആദി രൂപമേ വേ മഷഹൂർ ഹേ. രണ്ടാമത്തെ സെൻറ്റൻസ്, അദ്ദേഹം കവി, ലേഖകൻ, നാടകക്കാർ എന്നീ നിലയിലൊക്കെ പ്രസിദ്ധനാണ്. എ വോയ്നാസു ദി ഗിവിംഗ് ട്രീ ആദി ഉനിക്ക് പ്രമുഖ രചനായേ ഹെ. ആ രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെ എ വോയ്നാസു ദ ഗിവിംഗ് ട്രീ, ഈ രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാകും. കണ്ട് ഇത്രയും പോയിന്റുള്ള ആ പോയിന്റ് നിങ്ങൾ ഇതിലേക്ക് എടുത്തെഴുതിയാൽ മതി. അപ്പം അതിൻ്റെ ആൻസറായി. ഇനി അടുത്തത് ഗണ്ഡിക്ക് അനുസാർ പ്രശ്നോക്ക് ഉത്തർ ലിഖി. നമുക്കൊരു പാരഗ്രാഫ് തരും. ചിലപ്പോൾ കവിതയായിരിക്കാം, പുറമേ എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല, പുറമേ നിന്ന് ചിലപ്പോൾ ഒരു കവിതയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫോ അങ്ങനെ തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് തരും. അതിൻ്റെ ഉത്തരം ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ എടുത്തെഴുതുക. അപ്പോൾ ആ കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കവിത വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഉത്തരങ്ങളാണ് എഴുതണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, നീം ഉപയോഗി പേട് ഹേ. അപ്പം നീം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അർത്ഥം കിട്ടിയെന്ന് വരില്ല. അതിന് കണ്ടോ, ഇവിടെ അർത്ഥം തന്നിട്ടുണ്ട്. നീം എന്നുള്ള വേപ്പ് എന്നുള്ള അർത്ഥം തന്നിട്ടുണ്ട്. ഇസ്കി ഫൂൽ ഓർ പത്തേ ദവാ കി കാം ആത്തെ ഹേ. അല്ലേ, വേപ്പിൻ്റെ നമ്മൾ പൂവും ഇലയൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കും. ഇസ്കി ഛായ ശീതൾ ഹോത്തി ഹേ. നീം മരം എന്താണ്, വേപ്പിൻ്റെ മരം നമുക്ക് വളരെയധികം തണൽ തരുന്നു, അല്ലേ, അതിന്നൊരു ശീതളത. നീം കെ ബീജ് സെ തേൽ നിക്കാൽത്തേ ഹേ. അതിൻ്റെ എന്താണ്, ബീജ് കുരുവിൽ നിന്നും എണ്ണ ഉണ്ടാക്കും. അപ്പോൾ അത്രയും ചെറിയൊരു പാരഗ്രാഫ്. അതിൻ്റെ ദവാന്ന് വെച്ച് നമുക്ക് ചിലപ്പോൾ ആ വേർഡ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ച് ടെൻഷന് വേണ്ട, ഇവിടെ അതിൻ്റെ അർത്ഥം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കവിത തന്നാലും അതിലെ എന്താണ് ബുദ്ധിമുട്ടുള്ള വേർഡ്സിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേഗം അത് മനസ്സിലാവില്ലേ? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫസ്റ്റ് വൺ, നീം കെ പേട് കി ഛായ കൈസി ഹോത്തി ഹേ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നീം കെ പേട് കി ഛായ കൈസി ഹോത്തി ഹേ. ആ വേപ്പ് മരത്തിൻ്റെ ഛായ തണൽ എങ്ങനെയുള്ളതാകുന്നു? ഖരം, ശീതൾ, ബർഫീലി, സുൻഹലി. നമ്മൾ പറഞ്ഞ പാരഗ്രാഫിലല്ലേ, അത് അതിലൊരു സെൻറ്റൻസ് തന്നെ അതേപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ശീതൾ എന്നാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നീം കെ ഫൂൽ ഓർ പത്തെ കിസ്കെ കാം ആത്തെ ഹേ. എന്തിനാ അതിൻ്റെ പൂക്കളും ഇലകളൊക്കെ ഉപയോഗിക്കുന്നത്? ആൻസർ ഏതാ വരിക? ദവാക്കെ എന്നാണോ, കലംക്കെ എന്നാണോ, കാഗസ്ക്കെ എന്നാ, ജൂത്തേക്കെ? ഏതാണ് ആൻസർ? ദവാക്കെ. നെക്സ്റ്റ് വൺ, നീം കെ ബീച്ച് സെ ക്യാ നിക്കൽത്തെ ഹേ. അതിൻ്റെ ആ കുരുവിൽ നിന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? പാനി, ഷഹദ്, തേൽ, ഷർബത്ത്. എന്താണ് ഉത്തരം? തേൽ. കണ്ടോ? പിന്നെ വൃക്ഷ കെ ലിയേ പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. വൃക്ഷ എന്നുള്ളതിന് വേറൊരു വേർഡ് എന്താണോ? തേലാണോ, പേടാണോ, ബീജാണോ, ഫൂലാണോ? ഏതാണ്? പേട്. യഹാ നീം കി കോൺസി വിശേഷത ബത്തായി ഗയി ഹേ. ഇവിടെ ആ മരത്തിന്, വേപ്പിന് എന്ത് വിശേഷതയാണ് ഇവിടെ കൊടുക്കുന്നത്? ഉപയോഗി, ഛായാഹീൻ, ഹാനികാരക്, അനുപയോഗി. ഏതാണ് അതിൻ്റെ ആൻസർ? ഉപയോഗി. കണ്ടോ? അപ്പോൾ ഇതേ പോലത്തെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ റിവിഷൻ ക്ലാസ് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ക്രിസ്മസ് പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചൊരുങ്ങി തന്നെ പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.